ഓഹരിവണ്ണം മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. ലാസ്റ്റ് വീക്ക് നിഫ്റ്റി 23,500 എന്ന് പറയുന്നത് നമ്മളുടെ ടാർഗറ്റ് ലെവൽ ടെസ്റ്റ് ചെയ്തു. നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ 23,000 ആണ്. 23,500 എന്ന് പറയുന്ന ലെവലിൽ നമ്മൾ ടാർഗറ്റ് സെറ്റ് ചെയ്തതിന്റെ റീസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ പ്രകാരവും അതുപോലെ തന്നെ 200 മൂവിംഗ് ആവറേജും ഏകദേശം 23,500 ലെവലിലായിരുന്നു നമുക്കുള്ളത്. ഇനി 23,000 ടാർഗറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് നമുക്ക് ഇൻഡെക്സിന്റെ ലെവലുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ചാർട്ടിൽ പരിശോധിക്കാം. അപ്പം നിഫ്റ്റി ഏകദേശം 10% അടുത്ത് കറക്റ്റ് ചെയ്തു. ഏകദേശം ഒരു കറക്ഷൻ മോഡിലോട്ട് എത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഒരു 10% മുകളിൽ പോയെങ്കിൽ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ നടക്കുന്നു എന്നുള്ള വേർഡ്സ് നോർമലി യൂസ് ചെയ്യാറ്. ഇപ്പോൾ ഒരു 5%, 6% ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പുൾ ബാക്ക് ആയിട്ടാണ് കൺസിഡർ ചെയ്യാറ്. ഇനി നമ്മൾ ഈ ഒരു നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ബാക്കിയുള്ള സെക്ടേഴ്സ് നോക്കുവാണെങ്കിൽ IT സെക്ടർ മാത്രമാണ് കുറച്ചെങ്കിലും പോസിറ്റീവായിട്ട് മാർക്കറ്റിൽ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ ആ ഒരു പഴയ ഹൈയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ ഒരു 50 മൂവിങ് ആവറേജിന്റെ മുകളിലൊക്കെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് IT ഇൻഡെക്സ് മാത്രമാണ്. ഇനി നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെല്ലിങ് വന്നിട്ടുള്ള സെക്ടേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോ സെക്ടറിൽ 17%, അതേപോലെ തന്നെ എനർജി സെക്ടറിൽ FMCG സെക്ടറിലൊക്കെ ഒരു 15% മുകളിലോട്ട് കറക്ഷൻ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കറക്ഷൻ വന്നിട്ടുള്ളത് ഓയിൽ ആൻഡ് ഗ്യാസ് ആണ്. ഏകദേശം 20% മുകളിൽ കറക്ഷനാണ് ആ ഒരു സെക്ടറിൽ വന്നിട്ടുള്ളത്. അപ്പം ഇനി സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിലും 10% മുകളിൽ കറക്ഷൻസ് ഇതുവരെ വന്നിട്ടുണ്ട്. ഫർദർ കറക്ഷൻസ് നടക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കറക്ഷൻസ് നടക്കാറുണ്ട്. ഒന്നെങ്കിൽ ടൈം കറക്ഷൻ, ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് കറക്ഷൻ. നമ്മൾ 2020 കൊറോണയ്ക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു സെല്ലിങ് വരികയും അല്ലെങ്കിൽ പ്രൈസ് കറക്ഷൻ ഒക്കെ കണ്ടു. അതിനുശേഷം സ്മോൾ ക്യാപ്പിന്റെ ചാർട്ട് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2021 മുതൽ 23 വരെ ഏകദേശം ഒരു ടൈം കറക്ഷൻ ആണ് നടന്നിട്ടുള്ളത്. ചാർട്ടിൽ നോക്കിയാൽ വലിയ രീതിയിലുള്ള സെല്ലിങ്ങോ വലിയ രീതിയിലുള്ള ഡിപ്പോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷേ ഏകദേശം ഒരു 2 വർഷക്കാലം മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് ഇല്ലാതെ സൈഡ് വൈസ് ആയി പോകുന്ന ഒരു അവസ്ഥ വന്നു സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പിന്റെ കാര്യത്തിൽ. അതിനുശേഷം അവിടെ നിന്ന് വളരെ ഷാർപ്പായിട്ടുള്ള ഒരു റാലിയാണ് നമ്മൾ മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. സോ നമ്മളുടെ മാർക്കറ്റിൽ ഇനിയും ഒരു ടൈം കറക്ഷനോ പ്രൈസ് കറക്ഷനോ ഉള്ള സാധ്യത ഉണ്ട്. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് മാത്രമാകാനാണ് സാധ്യത. കാരണം മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ് എന്നുള്ള തരത്തിലുള്ള പല ന്യൂസസും ഇതിനു മുൻപേ നമുക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ FIS ഇത്രത്തോളം ഫണ്ട് വിഡ്രോ ചെയ്യുമ്പം അല്ലെങ്കിൽ FIS ഇത്രത്തോളം സെല്ലിങ്ങിൽ നിൽക്കുമ്പം മാർക്കറ്റിന് ഒരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അങ്ങനല്ല, നമ്മളുടെ ഇന്ത്യൻ മാർക്കറ്റിലെ പല കമ്പനികളുടെയും റിസൾട്ടുകൾ വളരെ അട്രാക്റ്റീവോ അല്ലെങ്കിൽ വളരെ സർപ്രൈസിങ്ങോ ആയിരുന്നുവെങ്കിൽ പല കമ്പനികളിലും വളരെ ഹ്യൂജ് ആയിട്ടുള്ള ബൈങ് വരികയും അതിനെ തുടർന്ന് മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലോട്ട് പോകുകയൊക്കെ ചെയ്തേനെ. അപ്പം ഈ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ വരുന്ന റിസൾട്ടുകളൊന്നും തന്നെ അത്രത്തോളം ഇംപ്രസീവ് അല്ല. ഈവൻ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ എണ്ണപ്പെട്ടിട്ടുള്ള കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ. അതായത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ള, ഇനിയും കൊടുക്കുമെന്ന് കരുതുന്ന ആവറേജ് 18% CAGR ഒക്കെ ഇയർലി ബേസിസിൽ ലോങ് റണ്ണിൽ കൊടുത്തിട്ടുള്ള കമ്പനിയാണ് ഏഷ്യൻ പെയിന്റ്സ് ഒക്കെ. സോ അങ്ങനെയൊക്കെയുള്ള കമ്പനികളൊക്കെ വളരെ നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻ ഫേസിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നെഗറ്റീവ് ന്യൂസുകളുണ്ട്. അവരുടെ ഇൻവെന്ററി പീരീഡിലൊക്കെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് വന്നിട്ടുണ്ട്. അവരുടെ വണ്ടികൾ സ്റ്റോക്കായി കിടക്കുന്ന നമ്പേഴ്സിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ഇൻക്രീസ് വന്നിട്ടുണ്ട്. അപ്പം ഓട്ടോ സെക്ടറിൽ നെഗറ്റീവ് ന്യൂസ് ആണ്. FMCG വളരെ നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തു. നോർമലി മാർക്കറ്റ് വീഴുമ്പം കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്ന ഒരു സെക്ടറാണ് FMCG. സോ FMCGയിലും സെല്ലിങ് നടക്കുന്നുണ്ട്. ഓവറോൾ നമ്മൾ മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനിയും നല്ല രീതിയിലുള്ള ഒരു കറക്ഷൻസ് വരുമെന്നാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ മാർക്കറ്റ് കണ്ടീഷനിലും ആ ഒരു പുതിയ ഹൈ ഇല്ലെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിനോട് അടുപ്പിച്ച് ട്രേഡ് ചെയ്യുന്ന ഇല്ലെങ്കിൽ ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്ന നിരവധി സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളൊന്നും തന്നെ പേഴ്സണലി ലൈവ് ട്രേഡ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. കാരണം മാർക്കറ്റ് നമുക്ക് ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ എത്ര നല്ല ടെക്നിക്കൽ സെറ്റപ്പ് ആണെങ്കിൽ കൂടിയും ആ സ്റ്റോക്കുകൾ ഫെയിൽ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ
ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ മാർക്കറ്റിൽ ഒരു റിവേഴ്സൽ ഇല്ലെങ്കിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുന്നു, മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ബൈയിങ് വരുന്നു എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഈ ഒരു സ്റ്റോക്കുകൾ ബൈയിങ്ങിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാവുള്ളൂ. അപ്പം നമുക്ക് ഏതായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇത് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ടാണ്. ഈ ഒരു ചാർട്ടിൽ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുൻപ് നമ്മളുടെ സ്വിംഗ് ട്രേഡിംഗ് കോഴ്സ് നമ്മൾ റൺ ചെയ്യാറുണ്ട്. മെൻറ്റർഷിപ്പ് പോലെ ഓൾമോസ്റ്റ് 2 months വരുന്ന മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. അപ്പം ആ ഒരു സ്വിംഗ് ട്രേഡിംഗ് മെൻറ്റർഷിപ്പ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ ഈ ഒരു 97442796 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ജോയിൻ ചെയ്യുന്നതിൻ്റെ ലിങ്കും ഞാൻ ഇട്ടിട്ടുണ്ടാവും. അപ്പം 2 months വരുന്നൊരു മെൻറ്റർഷിപ്പ് പ്രോഗ്രാമാണ്. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 1 year സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം സ്വിംഗ് ട്രേഡിങ്ങിൽ മാസ്റ്റർ ആകാനോ സ്വിംഗ് ട്രേഡിങ് നല്ല രീതിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക്, ഇല്ലെങ്കിൽ എങ്ങനെ ബ്രേക്ക്ഔട്ട് സ്റ്റോക്സുകൾ കണ്ടെത്താം, എങ്ങനെ ഫാൾസ് ആയിട്ടുള്ള സിഗ്നൽസ് ഒക്കെ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ഈ ഒരു കോഴ്സ് വളരെ നല്ല രീതിയിൽ സ്റ്റോക്ക് സെലക്ഷന് വേണ്ടിയിട്ടൊക്കെ നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഈ ഒരു കോഴ്സ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇനി നിഫ്റ്റീൻ്റെ ചാർട്ടിലോട്ട് വരുമ്പം നമ്മൾ ഈ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഫോം ചെയ്ത സമയത്ത് തന്നെ നിഫ്റ്റിയിൽ ഓൾമോസ്റ്റ് 23,500 എന്ന് പറയുന്ന ടാർഗറ്റ് ലെവൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, അല്ലാതെ 200 മൂവിങ് ആവറേജ് എന്ന് പറയുന്ന ലെവലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലായിരുന്നു. അപ്പം ആ ഒരു ലെവൽ അച്ചീവ് ചെയ്തു. ഇനി നമ്മളുടെ നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ എന്ന് പറയുന്നത്, ഇത്രയും നേരം നമ്മൾ ഡെയിലി ചാർട്ടിലായിരുന്നു അനാലിസിസ് നടത്തിയത്. ഇനി നമ്മൾ വീക്ക്ലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി ചാർട്ടിൽ 50 മൂവിങ് ആവറേജ് നിൽക്കുന്നത് 23,200 ലെവലാണ്. ആ ഒരു ഏരിയയും ഇല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടിൽ വന്നിട്ട് ഇനി നോക്കുമ്പം എക്സാക്ട് 23,200 ലെവലിൽ 50 മൂവിങ് ആവറേജിൽ ടെസ്റ്റ് ചെയ്ത് കയറി പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു ടെക്നിക്കൽ ലെവൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ നമുക്ക് എടുക്കാം. ഓൾമോസ്റ്റ് ഇതൊരു 23,000 ഈ ഒരു പോയിന്റ് നമ്മൾ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഇല്ലെങ്കിൽ സപ്പോർട്ട് പോയിന്റ് വരയ്ക്കാം. അപ്പം 23,200 50 മൂവിങ് ആവറേജ് ഉണ്ട്. 23 എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ സപ്പോർട്ട് ലെവലാണ്, മാത്രമല്ല ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സപ്പോർട്ട് ലെവൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതിനോട് അടുപ്പിച്ച് 23,000 അടുപ്പിച്ച് അത് മേ ബി ഒരു 50-100 പോയിന്റ്സ് താഴെ നിന്നാകാം, ഇല്ല എന്നുണ്ടെങ്കിൽ 23,100 ലെവലിൽ നിന്നൊക്കെ ആകാം. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് റിവേഴ്സ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇപ്പം 200 മൂവിങ് ആവറേജിലാണ് ഉള്ളത്. ഇവിടുന്ന് തന്നെ റിവേഴ്സ് ആവുകയാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം. നമ്മൾ 50 മൂവിങ് ആവറേജിന്റെ മുകളിലൊക്കെ ക്ലോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ട്രെൻഡ് റിവേഴ്സലായി എന്നുള്ളൊരു എക്സ്പെക്ടേഷനോട് കൂടി നമ്മൾ ട്രേഡിലോട്ട് എൻ്റർ ചെയ്ത് തുടങ്ങും. ഇനി ഈ ലെവൽ ഹോൾഡ് ചെയ്യുന്നില്ല, ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് വരികയാണ് എന്നുണ്ടെങ്കിൽ അടുത്ത സപ്പോർട്ട് എടുക്കാൻ ഒരു ഹയർ പോസിബിൾ ഏരിയ എന്ന് പറയുന്നത് 23,000 ചേർന്നിട്ടുള്ള 100 പോയിന്റ്സ് അബോ ഇല്ല 100 പോയിന്റ്സ് ബിലോ റേഞ്ചിൽ നിന്നായിരിക്കും. ഓക്കെ, അപ്പം നിഫ്റ്റിയിൽ വരുമ്പം ഈ ഒരു ടാർഗറ്റ് ലെവലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി സ്മോൾ ക്യാപ്പിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം സ്മോൾ ക്യാപ്പും 200 മൂവിങ് ആവറേജിലാണുള്ളത്. മാത്രമല്ല ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ കൂടിയാണ്. ഓക്കെ, ഇതൊരു സപ്പോർട്ട് സോൺ കൂടിയാണ്. അപ്പം സപ്പോർട്ട് സോണിലാണുള്ളത്, 200 മൂവിങ് ആവറേജിലാണുള്ളത്. ഇവിടെ നിന്ന് തിരിച്ച് കയറുവാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ. ഇനി അങ്ങനെ കയറുന്നില്ല എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എന്താണ് വീക്ക്ലി ചാർട്ടിൽ 50 മൂവിങ് ആവറേജിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ ഒരു പോയിന്റ് ലെവലാണ് സപ്പോർട്ടായിട്ട് കിട്ടുക. അപ്പം എക്സാക്ട് ആ പോയിന്റ് ലെവലിൽ നിന്ന് മാറി നമ്മളൊരു റൗണ്ട് ഫിഗറിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 16,800 17,000 എന്ന് പറയുന്ന സോൺ ഒരു മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഇനി വേസ്റ്റ് കേസിൽ നമുക്കിതിൻ്റെ പ്യുവർ ടെക്നിക്കൽ വെച്ചിട്ട് നമ്മളിപ്പോൾ പറഞ്ഞത് മൊത്തം ഒരു പോസിബിൾ സപ്പോർട്ട് ഏരിയ ആണ്. ഇനി ഇവിടെ നിന്ന് ടെക്നിക്കൽ ലെവൽ വെച്ച് എവിടെ വരെ വീഴാമെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു റേഞ്ച് എടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 10% ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ടുണ്ട്. സെയിം 10% തന്നെ താഴോട്ടും കറക്ഷൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പം ആ ഒരു 10% എന്ന് പറയുന്നത് 15,500 എന്ന് പറയുന്ന ഒരു സോൺ ആയിരിക്കും. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ടെക്നിക്കൽ സപ്പോർട്ട്സ് കൂടി ഉള്ള ഒരു ലെവലാണ്. അപ്പോൾ ഒരു വേസ്റ്റ് സിനാരിയോയിൽ ഈ ഒരു ലെവൽ വരെയൊക്കെ പോകാം. അപ്പോൾ തന്നെ ഓൾറെഡി ഇൻഡെക്സ് അതിൻ്റെ ഹൈയിൽ നിന്ന് ഒരു 20% കറക്റ്റ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനു കൂടി പ്രിപ്പയർ ആയിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുവരെ എത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലെങ്കിൽ വാദിച്ചുകൊണ്ട് ഒരു ആളാകാൻ ശ്രമിക്കുകയല്ല. കാരണം പല ആൾക്കാരുടെ കമൻറ്റ്
ആ തരത്തിൽ വരാറുണ്ട്. ഇവൻ പറയുന്ന പോലെയല്ലേ മാർക്കറ്റ് പോകാറ് അങ്ങനെയൊക്കെ പറഞ്ഞു. ഒരിക്കലും അങ്ങനെയല്ല. എനിക്കങ്ങനെ ഞാൻ ഈ ഒരു ലെവലിൽ എത്തി എന്നുള്ള രീതിയിൽ, ഇല്ലെങ്കിൽ എത്തും എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് തിരിച്ചു കയറാം, സന്തോഷം. തിരിച്ച് കയറിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അവിടുന്ന് തിരിച്ചു കയറിയ സന്തോഷം. ഇവിടുന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പോസിബിൾ വരാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ അതിനു കൂടി പ്രിപ്പയർ ആയി ഇരിക്കണം. അത്രയേ ഞാൻ പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് ഇൻഡെക്സിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമ്മൾ നിഫ്റ്റി IT ചാർട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചാർട്ടാണ്. സ്റ്റിൽ 50 മൂവിങ് അവേഴ്സിനൊക്കെ മുകളിലാണ്, അതിൻ്റെ ഒരു ഹൈ ഏരിയയിലാണ് നിൽക്കുന്നത്. നമ്മൾ വീക്കിലി ചാർട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിന് ശേഷം ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സ്റ്റോക്കിനെ ഈ ഒരു ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിൻ്റെ ബീസ് ഒക്കെ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ETF ഒക്കെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു ട്രേഡിംഗ് രീതിയാണ്. ഇനി നമുക്ക് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിലും ബ്രേക്ക്ഔട്ട് തന്നിട്ടില്ല, അല്ലെ തരാൻ നിൽക്കുന്ന, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ ഒരിക്കലും ഞാൻ ലൈവ് ട്രേഡ് സജസ്റ്റ് ചെയ്യില്ല, ഇല്ലെങ്കിൽ ഞാനിത് മേടിക്കാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ മാർക്കറ്റ് റിവേഴ്സ് ആകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കുറച്ച് സ്റ്റോക്കുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. DCM ശ്രീറാം ഓൾറെഡി ലാസ്റ്റ് വീക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ലാസ്റ്റ് വീക്കോ അതിന് മുൻപോ ഡിസ്കസ് ചെയ്തതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ആണ് ഇത്. ആ ഒരു പോയിന്റ് ഇവിടെ എന്താണ്, ആ ഒരു പോയിന്റ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ DCM ശ്രീറാം വളരെ നല്ലൊരു ബ്രേക്ക് ഔട്ടിലാണ് ഇപ്പം നിൽക്കുന്നത്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് പാരാഡിഫൻസ് ആണ്. പാരാഡിഫൻസ് ഡിഫൻസ് സെക്ടറിൽ വളരെ നല്ല രീതിയിൽ എല്ലാ ഡിഫൻസ് സെക്ടർ കയറി പോവുകയും അതിനുശേഷം എന്താണ് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ കറക്ഷൻ നേരിടുകയും ചെയ്തതാണ്. നമ്മൾ കണ്ടതാണ് ഡിഫൻസ് സെക്ടറിലെ എല്ലാ സ്റ്റോക്കുകളും തന്നെ. അപ്പം ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു മേജർ റെസിസ്റ്റൻസ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആയിരുന്നു. അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് തന്ന് സ്റ്റോക്സ് ഓൾമോസ്റ്റ് 87% മൂവ് ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ഹൈയിൽ നിന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 43% കറക്റ്റ് ചെയ്തു. അതായത് അത്യാവശ്യം അതിൻ്റെ ഓവർ വാല്യൂഡ് ആയിരുന്നത് ഇപ്പോൾ ഒരു റീസണബിൾ ആയിട്ടുള്ള വാല്യുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അർത്ഥം. അപ്പം ഇവിടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു സപ്പോർട്ട് സോണാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ ഫോർമേഷൻ വരികയാണ് എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ഒരു ഇപ്പം ലാസ്റ്റ് നമ്മൾ ഡെയിലി ചാർട്ട് എടുത്തിട്ട് ഈ ഒരു സ്വിംഗ് ഹൈ അല്ല, ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് പാരാ ഡിഫൻസ് നിങ്ങൾക്ക് ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യാം. ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഓൾറെഡി മാർക്കറ്റിലും ഒരു റിവേഴ്സൽ വരുമ്പോൾ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അടുത്ത ഒരു സ്റ്റോക്കാണ് സിയാറാം സിൽക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഓൾറെഡി ഒരു ബ്രേക്ക് ഔട്ട് പോയിന്റിലാണുള്ളത്. നമ്മൾ ഇതിൻ്റെ മന്ത്ലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. വീക്ക്ലി ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ ഹോൾഡ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഈ ഒരു 720 അല്ല 750 770 എന്നൊക്കെ പറയുന്ന ലെവൽ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധ്യതയുള്ള പോസിബിലിറ്റി ഉള്ള ഒരു സ്റ്റോക്കാണ് സിയാറാം സിൽക്ക്. അടുത്ത ഒരു സ്റ്റോക്കാണ് സുപ്രിയ ലൈഫ് സയൻസ് എന്ന് പറയുന്നത്. ഫാർമ സെക്ടറും ഈ ഒരു മാർക്കറ്റിൽ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി സ്ട്രോങ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മളിവിടെ സജസ്റ്റ് ചെയ്തതാണ്. 56% ഓൾറെഡി നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് അപ്പാണ്. ഇവിടെ ഈ ഒരു സ്റ്റോക്കിന് ഡെയിലി ചാർട്ടിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൈസ് ലെവലിന് മുകളിലോട്ട് ഫർദർ ഒരു അപ്പ് മൂവ്മെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക, ഷോർട്ട് ടൈമിന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ കുറച്ചൊരു ഷോർട്ട് ടൈം ടു ലോങ് ടൈമിന് വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഇപ്പോൾ ഒരു ലോങ് ടൈം ഒക്കെ ആണെങ്കിൽ ഈ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അപ്പം വലിയ സ്റ്റോപ്പ് ലോസ് വരും, ഏകദേശം 24% സ്റ്റോപ്പ് ലോസിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അങ്ങനെയല്ല, വളരെ ഷോർട്ട് ടൈം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിംഗ് ലോ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ഓൾമോസ്റ്റ് ഒരു 12% സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾക്ക് ഇതിലൊക്കെ ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് എപ്പിഗ്രൽ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ടും അത്യാവശ്യം വളരെ സ്ട്രോങ് ആണ്. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു, അതിനുശേഷം ഈ ഒരു ടോപ്പ് ലെവൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സ്റ്റോക്കും ഫർദർ ഈ ഒരു ലെവൽ സ്വിംഗ് ഹൈ ബ്രേക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ കൺസിഡർ ചെയ്യാവുന്ന ഇതാണ്. അതേപോലെ തന്നെ നമുക്ക് ഇനിയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളുണ്ട്. PB ഫിനാൻഷ്യൽ ഉണ്ട്, പോളിസി ബസാർ, PB ഫിൻടെക്, ഈ സ്റ്റോക്കൊക്കെ സ്ട്രോങ് ആണ്. നിരവധി സ്റ്റോക്കുകളുണ്ട്, നമുക്ക് ഫർദർ വരുന്ന ആഴ്ചകളിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ പ്രധാനമായിട്ട് ഈ ആഴ്ച
DCM ശ്രീറാം, പാരാ ഡിഫൻസിൽ ഓപ്പർച്യൂണിറ്റി, CRM സിൽക്ക്, സുപ്രിയ ലൈഫ് സയൻസ്, എപിഗ്രൽ ലിമിറ്റഡ്, ഇത്രയും സ്റ്റോക്കുകൾ നോക്കി വെക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കോഴ്സിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.